ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ അടിപൊളി റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ പേരുണ്ട്, കുറേ ആൾക്കാരെ നമുക്ക് കാണണം, കുറേ ആൾക്കാരെ പരിചയപ്പെടണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നോക്കാം. പിന്നെ പുതിയ ഗ്ലാസ് ആണ്, കൊള്ളാല് ഞാൻ വാങ്ങിച്ചാണ്. വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം. നമുക്ക് ഇത് വെച്ച് തന്നെ വീഡിയോ എടുത്ത് നോക്കാം. നമുക്ക് നോക്കാം സെറ്റ് ആവുന്നു. ആദ്യം ആരാണ്? കടന്നു വരൂ. മലബാർ. അത്താണ് മലബാർ എന്ന് പറഞ്ഞ അങ്ങക്ക് ആർക്കും തിരിയാത്ത സാധനമാണ്. ഒരു സൈഡിലും കെടുക്കാൻ കഴിയില്ല. നാളെ ഞാൻ പരിചയപ്പെടുത്താറ് ടാപ്സി. പുള്ളിയുടെ കുറെ കോൺസേർട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവരെ കൊണ്ടാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടോ, ടാപ്സി അല്ല ഏത് റാപ്പറോ ആവട്ടെ, ഞാൻ 6000 5000 രൂപ ചിലവാക്കി ഇത്രയും വലിയ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ നിന്റെ ഈ പരിപാടി കാണണമെന്നാണ് പറഞ്ഞത്. മിനിമം നല്ലൊരു പാട്ട് പാടിത്തരണം എന്നുള്ള ആഗ്രഹത്തിൽ പറഞ്ഞു. നീയൊക്കെ പിന്നെ എന്തിനു തൊലിക്കാനാണ് ഇവിടെ ഇങ്ങനെ പോണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല ചിന്തിച്ചോ, ഇത്രയും രൂപ ചിലവാക്കി ഇത്ര വലിയ പരിപാടി നടത്തണതിൻ്റെ അവസ്ഥ ആലോചിച്ചോ. നീ എനിക്ക് തോന്നുന്നു അവ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഐ എം ജസ്റ്റ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതവിടെ കൺവേ ആവണല്ല. ഒരു പരിപാടി കാണുമ്പോൾ എനിക്ക് ആഗ്രഹങ്ങൾ എന്തെങ്കിലും കാണണമെന്ന്. നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കും. നിനക്കൊരു പേരും നിലയും വിലയൊക്കെ ഉണ്ട്, അത് ഈ കളഞ്ഞിട്ട് ഈ മതി എനിക്ക് അറിഞ്ഞോളൂ ബാക്കിയൊക്കെ ഞാൻ സഹിച്ചേനെ, ഇത് കണ്ടിട്ട് ഇരിക്കാൻ ഒക്കെയുള്ള ആ രീതിയിലൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചത്. എന്തൊക്കെയോ വിളിച്ച് പറയണം, അവനും അറിഞ്ഞൂടാ എന്താണ് പറയണതെന്ന്. എന്തോ ഇവര് എന്താണ് പ്രശ്നം എന്റെയൊക്കെ അതാണോ ഇതിലേക്കുള്ള പറയാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല. അടുത്ത സീനെന്ന് പറഞ്ഞാൽ എനിക്ക് പറയണമെന്നൊന്നുമല്ല വില, പക്ഷെ ഞാൻ മാക്സിമം സ്ഫുടതയിൽ സംസാരിക്കാൻ ശ്രമിക്കാം. ഇതിൽ കൂടുതൽ നീ കാണാൻ പറ്റുള്ള കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് മറ്റേ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളൊക്കെ പോയി കുറെ അവനെ ചീത്ത വിളിച്ച്. ഈ വീഡിയോ നിങ്ങൾ കാണും. ഇത്രയും വിവരമില്ലാത്ത കഴിവില്ലാത്ത ഈ കഴിവേറികള് ആ കൊച്ചു ചെറുക്കൻ്റെ അടുത്ത് കാണുമ്പം ഇവനൊക്കെ നേഴ്സിംഗ് കോളേജ് നല്ല പഠിച്ചിറങ്ങണതിൻ്റെ അവസ്ഥ ആലോചിച്ചു. ലിറ്ററലി നിങ്ങൾ ചിന്തിച്ചു പോകണം. ഇവനെയൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നിയമത്തിലല്ല വിട്ടുകൊടുക്കണം. ഓരോ വേദന ഞാൻ ഒരുതന്നെ കവാലക്കുട്ടി അടിച്ചുകൊണ്ട് അടി അടിക്കുമ്പോഴത്തേക്കും ആ അടി അവന് വേദന ആവണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ അടി കിട്ടണം. അതേപോലെ ഇവന്മാരെ കാണിച്ച് പോക്കൃത്തരം അറിയണം, ഇവന്മാർ ഇത് അനുഭവിക്കണം. മനസ്സിലായി? ഇതിൽ കൂടുതൽ നല്ല ഭാഷ പറയണമെന്ന് എനിക്കുണ്ട്. പിന്നെ വേണ്ട, നമ്മൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യണം, അല്ലാതെ വേറെ പരിപാടിക്കൊന്നും പോകാൻ. അല്ലെങ്കിൽ നല്ല സംസാരിക്കാൻ എനിക്കറിയാം, പക്ഷെ ഇവന്മാർക്ക് ചെയ്യാനുള്ള ഇവന്മാരെ കംപ്ലീറ്റ് ആയിക്കോ മെഡിക്കൽ കൗൺസിലൊക്കെ മാറ്റി നിർത്തിയത് നേഴ്സ്. അത് മാത്രമല്ല വേണ്ടത്, ഇവന്മാർ ഇത് അനുഭവിക്കണം. ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കണം. 40 വയസ്സിൽ ഉള്ളിൽ കിടന്ന് തീരണം. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കാനുള്ള ലോജിക്ക് ഇല്ലാത്ത കുറെ മണ്ടന്മാരാണിതെന്നുള്ള ചിന്തിക്കാൻ പറ്റണില്ലേ. എങ്ങോട്ടാണ് സമൂഹം പോകുന്നത്? ലിറ്ററലി ഐ ഡോണ്ട് നോ ഗൈസ്. പിന്നെ നീ വാങ്ങിച്ചിട്ടേ എനിക്കെന്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവന്മാര് സമരം നടത്തട്ടെ, എല്ലാവർക്കും വേണ്ടി സമരം നടത്തണം. രാജ്യത്തിൽ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, നല്ല കാര്യങ്ങളാണ്. പക്ഷെ നാളെ ജോലിക്ക് പോയി 100 രൂപ ഉണ്ടാക്കിയാൽ എൻ്റെ കുടുംബം നോക്കണ സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഇവനെ കൊണ്ട് കൊടുക്കുമോ? ഈ ജോലിക്ക് പോകാതെ ഇവനൊക്കെ ആര് കൊണ്ട് കൊടുക്കും? ആ പാവപ്പെട്ട നാളെ റോഡിൽ ഇറങ്ങാൻ പോയത് ഹർത്താൽ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കണമാരൊന്നും വീട്ടിൽ കൊണ്ട് കൊടുക്കൂല. ചിന്തിച്ച് നോക്കണം. നീയൊക്കെ കൊടുക്കോ? ഇല്ലല്ല. അപ്പൊ അവന്ന് വെളിയിറങ്ങുക, അവന്റെ കാര്യങ്ങൾ നടത്തട്ടെ. നീയൊക്കെ സമരം ചെയ്യും, റോഡിന് 2 സൈഡുണ്ട്, അങ്ങ് സമരം ചെയ്തോ. നീയൊക്കെ പറഞ്ഞ സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട്. എനിക്കറിയാം നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എനിക്ക് എന്റെ റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം നിനക്കാരാണ് തന്നത്? ആരുമില്ല. അപ്പൊ അവനൊന്ന് വെളിയിൽ പോകുമ്പോൾ നീ പറ്റൂല എന്ന് പറയാൻ വേണ്ടി നീ ഒരുത്തൻ. ഇവന്മാരുടെ ലിറ്ററൽ പ്രശ്നം എന്ന് അറിയാമോ? 10 പേര് കൂടുമ്പോൾ ഒരു ഷോ ഉണ്ട്. അത് ഇവനെന്നല്ല, നാട്ടിലുള്ള എല്ലാ നല്ലതായ മക്കൾക്കും ഉള്ളതാണ്. 10 പേര് കൂടുമ്പോൾ നീ ഞാൻ ഇത് ചെയ്യും. ഒറ്റയ്ക്ക് പറഞ്ഞ് സംസാരിക്കൂല. 10 പേർ നീ ചെയ്യാൻ പറ്റൂല. ചിന്തിച്ചു ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? ഇത്രയും പേര് ഒരുമിച്ചടിക്കാൻ രജനീകാന്തൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഷോ ഓഫ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എനിക്ക് റോഡിൽ കൂടെ പോകണം, മാറിയിരിക്കാൻ പറ്റണം. അതിനെ പോലീസുകാരെന്ത് നിർത്തിയണേ? പോലീസുകാരിക്ക് നിർത്തണ ഇവന്മാരെ പുറകെ ബോഡി ഗാർഡായിട്ട് വിട്ടായിരിക്കും. അല്ലെങ്കിൽ പോലീസുകാർ പറയുന്നത് വെള്ളം വേണം സാറേ, അതുകൊണ്ട് സാറേ ഇത് സാറോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം നടക്കാൻ പറ്റി ചോദിക്കാൻ പോകണം. അതും പറ്റാത്ത കുറെ എണ്ണമാണ് അവിടെ ഉള്ളത്. I don't know.
ഇങ്ങനെയുള്ള ഗൈസ് ഇവന്മാരെയൊക്കെ നമുക്കൊന്നും ചെയ്യാനില്ല, ഈ കണ്ടോണ്ടിരിക്കാം. സ്കൂളാണേ, നിങ്ങളിലേക്കും മറ്റേ ഓഡിറ്റോറിയം അല്ലല്ല, സ്കൂളാണ്. ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ആ ചുമന്ന ഡ്രസ്സിന്റെ കൊച്ച കിടിലോ തുറന്നു, അത്രേ ഉള്ളൂ, പൊട്ടിക്ക്. ആ സന്തോഷം നോക്കടാ. ഞാനും സ്കൂളിൽ പോയിട്ടുണ്ട്. ഞാനൊക്കെ രാവിലെ 7 മണിക്ക് സ്കൂളിൽ പോകും. 7 മണിക്കൊക്കെ സ്കൂളിൽ പോയിട്ട് ചെയ്യണം എന്താണെന്ന് അറിയുമോ? ഡെസ്ക് മാറ്റിയിടും. കാരണം എന്താണ്, അടുത്തിന് വേണ്ടി ഡെസ്ക് മാറ്റിയിടും. അതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇന്ന് സ്കൂളുകളിൽ പലതും നടക്കണം. രാവിലെ പറഞ്ഞ 7 മണിക്കൊക്കെ പറഞ്ഞ വേറെ പരിപാടി ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇത് ഫെയർവെല്ലിൽ പലരും ഞാൻ കണ്ടുകൊണ്ട്. ഇവനൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചൊരു സ്കൂളല്ലേ, അവന്മാരെ നിനക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇവനെ കയറി നിരങ്ങാൻ പറ്റണത്. അതിലൊക്കെ പോയി പഠിച്ചില്ലേ, പഠിച്ചിറങ്ങുമ്പോൾ സാമാന്യ ഒരു ബോധം വിവരമില്ലാതെ ഇവനൊക്കെ ആണല്ലോ നാളെ പഠിച്ച് വെളിയിൽ വരണം. എനിക്ക് തോന്നുന്നു ഇവ ഇങ്ങനെയുള്ളവന്മാരായിരിക്കും പഠിച്ച് നഴ്സിംഗ് കോളേജിലാണ് ചെയ്ത പോലെയൊക്കെ പോണത്. വിവരവും പോകണമൊന്നുമില്ല. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എങ്ങനെയാണ് വെളിയിൽ വരുന്നത്? ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഒന്നെങ്കിൽ വല്ല കൗൺസിലൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം, അതല്ലെങ്കിൽ ഇവരൊക്കെ വീട്ടിൽ അടച്ചിടണം. പിന്നെ തന്തേ നല്ലത് കാണുമല്ലോ, ഇത് പറഞ്ഞ് മനസ്സിലാക്കട പിള്ളേരെ. ഇത് എന്ത് റിയാക്ട് ചെയ്ത് റിയാക്ഷൻ കൂടി വരും. അയ്യോ, എനിക്കൊരു പാവം തോന്നി വീഡിയോ. പോലീസ് ഇന്നലെ തന്നെ നമ്മോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് പക്ഷെ പണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് അയാൾ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകി തന്നെ അത് റിക്കവറി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. സത്യം പറഞ്ഞാൽ പുള്ളി ഒരു കുറ്റം ചെയ്തു, ന്യായീകരിക്കണില്ല. പക്ഷെ പുള്ളിക്ക് പണത്തിനോടുള്ളൊരു ബുദ്ധിമുട്ടും എന്നാൽ പുള്ളി ഞാൻ അഡ്മിറ്റ് ചെയ്തു, ഞാൻ ചെയ്തേ സാറേ, അറിയാതെ പറ്റിപ്പോയി സാറേ എന്ന് പറഞ്ഞ് പുള്ളിക്ക് അത്ര വിഷമത്തോടെ പറയുന്നുണ്ട്. ആരെയും തല്ലിക്കൊന്നൊന്നും ഇല്ലല്ലോ, ബാങ്ക് കുറച്ച് ചെയ്തോ. പക്ഷേ പുള്ളിക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യം വന്നപ്പോഴത്തേക്ക് പ്ലാൻഡ് ആയിട്ട് ചെയ്തു. ഇത് നമ്മൾ മനുഷ്യങ്ങളെ പാഠം എന്ന് പറയുന്നത്, പുള്ളി എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഫിംഗർ പ്രിന്റ് കിട്ടത്തില്ല, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റി, മറ്റേ റിയർ വ്യൂ മിറർ മാറ്റി വെച്ചു, അകത്ത് നമ്മൾ CCTV പിടിക്കാതെ പോയി. പക്ഷെ എല്ലാം ചെയ്തിട്ടും അവസാനം ഒരു കണ്ണി എന്താണ്, ഒരു ഷൂ. എനിക്ക് തോന്നുന്നു ഈ സൈക്കിൾ സിനിമയുണ്ട് ശ്രീനിവാസന്റെ, ഈ പടം കണ്ടിട്ടെങ്കിൽ ചെയ്തെങ്കിൽ ചിലപ്പം പോലീസിനെ പിടിക്കുകയായിരുന്നു. അതിൽ ഇതേപോലെ ഷൂ ആണ് അവനെ രക്ഷപ്പെടുത്തണം, മനസ്സിലായില്ലേ? അപ്പൊ അത് ഈ പുള്ളി കണ്ടില്ല. അത് കണ്ടെങ്കിൽ കുറച്ചും കൂടെ ITയിൽ വർക്കൗട്ട് ചെയ്യണം. പക്ഷെ വേറെ വഴിയില്ല, പോലീസിനെ പിടിച്ച് അഡ്മിറ്റ് സാറേ, ഞാൻ ചെയ്തു സാറേ. പാവോളാം, അവനെ കാണുമ്പോൾ അറിയാം അവൻ്റെ വിഷമോ കാണുമ്പോൾ, നമുക്ക് അതിലൊന്നും പറയില്ല എന്നുള്ളതാണ്. ഓ അത് കേട്ട് അത്രേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ആചാരമാണ്. എനിക്ക് തോന്നുന്നു ആന്റി ഡാൻഡ്രഫ് ആചാര ഭാരകമായിട്ട് എന്തോ ഉള്ളതാണ്. ഇത് നിങ്ങൾ നോക്ക്, ആ ചെറുക്കനെ കണ്ട അവന്റെ കിളി പോണേ, ഇവ എന്ത് കാണിക്കണേ? അവൻ പെട്ടെന്ന് പേടിച്ചോണി, ഇവന് ഭ്രാന്താണെന്ന്. വെറുതെ അവന്റെ ആചാരമാവാം, എന്തു ആവാം. അത് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. അതൊക്കെ എനിക്ക് നല്ല ഭാഷകളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ പറയാതെയാണ്, മനസ്സിലായില്ലേ? അപ്പം വേണേ സ്വന്തമായിട്ടും ചെയ്തു നോക്കണം. അല്ലാതെ ഇരുന്ന് പാവപ്പെട്ട തലയിലൊക്കെ പോയി ഇത് എന്ത് ആചാരമാണ് പറയണേ? അങ്ങനെയാണ് നാളെ പറ്റ ഗോപൻ സ്വാമി ഉണ്ടല്ലോ, അങ്ങേറെ കഥ പോലെയാണ്. നാളെ സമാധി ആയോ, ഞാൻ സമാധി ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ ഇങ്ങനെ നടത്താം. അതുപോലെ നാളെ എല്ലാവർക്കും എല്ലാം ചെയ്തുകൂടി. പല ആചാരങ്ങളുണ്ട്. ഇത് എന്ത് ആചാരമാണ്? ഒരുത്തൻ്റെ തല നക്കിയെടുക്കുന്ന ആചാരവും. വേറെ ഇവര് പ്രാന്താണെന്ന് തോന്നുന്നു. അല്ല, ആ ചെറുക്കനെ പേടിച്ചു. വേറെ 10-200 ആൾക്കാർ എല്ലാവരുടെ തലവ നക്കാത്തത് ആ ചെറുക്കനെ പേടിച്ചു. എന്ത് ചെയ്യണമെന്ന് ഇനി ഇവന്റെ തുപ്പ്. വാട്ട് ഈസ് ദിസ് ഗൈസ്? നിങ്ങളിതൊക്കെ റിയാക്ട് ചെയ്യാത്ത എന്താണ്? ഇതൊക്കെ എന്താണ്? പറയൂ. നമുക്ക് ലാസ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ഇത് കുറച്ചും കൂടെ ക്ലാസ് സാധനമാണ്, നിങ്ങൾ കണ്ട് മാത്രം മനസ്സിലാക്കുക കേട്ടോ. പോലീസുകാരോടാണ് ചേട്ടാ, അറിയാല്ല, ചില്ലറ അല്ല, മറ്റേ ഇട്ടാവട്ട കളിയല്ല ഇത് കേട്ടാ, മനസ്സിലായ നിങ്ങൾക്ക്? ഇത് മറ്റേ ചെറിയ കളിയല്ല, പിള്ളേർക്ക് ഭയങ്കര കിടിലമാണ് സംഭവം. ഇങ്ങാണ്ട് എന്താ പറയുക, പിടിച്ചെന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ എന്താണ് അവനെ കിടന്ന് പോലീസിനെ വണ്ടി അടിച്ച് പൊളിക്കുക, ബഹളം വെക്കുക, ഇതൊക്കെ ഡ്രഗ്സ് അതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും പ്രൊമോട്ട് ചെയ്യണമല്ല. കുറേ പേര് ഉപയോഗിക്കാറുണ്ട്, കുറേ പേര് ഈ മാതിരി സാമാനങ്ങളൊക്കെ. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ വെള്ളം അടിക്കണമെന്ന് വെച്ചോ, മാന്യമായിട്ട് ബാറിൽ പോയി അടിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട് അടിച്ച് ഫിറ്റായിട്ട് 10 പേരുടെ മെൻകിട്ടും കയറി അടിയും കൊടുത്ത് ബഹളവും വെച്ച് വീട്ടിൽ പോകണം. ഈ രണ്ടാമത് പറഞ്ഞവന്മാരാണ് പ്രശ്നം. ആദ്യമുള്ളവന്മാരെന്താണ് ചെയ്യണത്? അവനവൻ്റെ പണം നോക്കി ഒരു ബാറിൽ പോകുന്നു, വെള്ളം അടിക്കുന്നു, തിരിച്ചു വരുന്നു. ഷോ ഓഫ് കാണിക്കാറില്ല.
ഇതൊക്കെ എന്ന് വെച്ചാൽ അടിച്ച് കിളിയാണ്. ഇതിനെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? വല്ല കൗൺസിലിങ്ങിന് വിട്ടാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടാതെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സൊസൈറ്റിയൊക്കെ ഇങ്ങനെ വളരുമെന്ന്. നമുക്ക് കാണാം ഗൈസ്. സോ ഇന്ന് ഇത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാത്തിരിക്കാം. ഞാൻ എന്തായാലും വരാം. സോ എൻ്റെ എന്തെങ്കിലും കമൻസ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് താഴെ പറയാം. ഇനി മാക്സിമം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ സെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഗൈസ്, നമുക്ക് നോക്കാം. സോ ഇനി കമൻറ്റ് സെക്ഷനിൽ കുറേ വന്ന് കൊണ എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഭാഗമാണത്. ഓക്കെ, ബൈ.